നമസ്കാരം. അമേഠിയിൽ ബി.ജെ.പിയുടെ തോൽവി ഭയന്ന് രാഹുൽ ഗാന്ധി പിന്മാറിയതോടെ നഷ്ടപ്പെടുന്നത് യു.പിയിൽ വർഷങ്ങളായി നെഹ്റു കുടുംബത്തിൻ്റെ അടിസ്ഥാന കുത്തകയായിരുന്ന മണ്ഡലം കൂടിയാണ്. നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് എത്രമാത്രം ക്ഷീണിച്ചു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പിന്മാറൽ. 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഇനിയൊരു തിരിച്ചുവരവിന് ശേഷിയില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തുറന്നടിച്ചുള്ള സമ്മതം. ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, അരുൺ നെഹ്റു, ഷീല കൗൾ, സോണിയാഗാന്ധി തുടങ്ങി നെഹ്റു കുടുംബാംഗങ്ങളെ തുടർച്ചയായി വിജയിപ്പിച്ച റായ്ബറേലിയോട് ചേർന്നാണ് അമേഠി മണ്ഡലവും സ്ഥിതി ചെയ്യുന്നത്. 1980-ൽ സഞ്ജയ് ഗാന്ധി മത്സരിച്ചത് മുതലാണ് അമേഠി നെഹ്റു കുടുംബത്തിൻ്റെ ഉത്തർപ്രദേശിലെ രണ്ടാമത്തെ പ്രധാന മണ്ഡലമായത്. 57% വോട്ട് നേടി സഞ്ജയ് ഗാന്ധി അന്ന് ജയിക്കുകയും ചെയ്തിരുന്നു. 1989-ൽ കോൺഗ്രസ് തോറ്റെങ്കിലും അമേഠി രാജീവിനെ 67.43% വോട്ട് നൽകി ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1991-ൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് മുമ്പായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നത്. മരണശേഷം ഫലം വന്നപ്പോൾ 53% വോട്ടോടെയായിരുന്നു ജയം. ഉപതെരഞ്ഞെടുപ്പിൽ രാജീവിൻ്റെ വിശ്വസ്തൻ സതീഷ് ശർമ്മ 54% വോട്ടോടെ മണ്ഡലം നിലനിർത്തുകയും ചെയ്തു. 1996-ലും ശർമ്മ ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. എന്നാൽ 1998-ൽ ബി.ജെ.പിയുടെ സഞ്ജയ് സിംഗ് 23,270 വോട്ടിന് സതീഷ് ശർമ്മയെ തോൽപ്പിച്ചപ്പോൾ അതിനുശേഷം 1999-ൽ സോണിയാഗാന്ധി 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി ജയിച്ചിരുന്നു. 2009-ൽ 3.70 ലക്ഷമായിരുന്ന രാഹുലിൻ്റെ ഭൂരിപക്ഷം 2014-ൽ സ്മൃതി ഇറാനി എതിരാളിയായപ്പോൾ അത് 1 ലക്ഷമായി കുറഞ്ഞു. അത് കഴിഞ്ഞ് 2019-ൽ അമേഠിയിൽ തോൽവി ഭയന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിച്ചത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്ന പരിഹാസമായിരുന്നു ബി.ജെ.പി അന്ന് പ്രചരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയയിൽ പത്രിക നൽകിയതോടെ വയനാടിനോട് കടുത്ത വഞ്ചനയാണ് കോൺഗ്രസ് കാണിച്ചതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ജനങ്ങളിൽ ശക്തമായി ഉടലെടുത്തിരിക്കുന്ന അമർഷം. വയനാട് വൈകാരിക ബന്ധമുള്ള മണ്ഡലമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളം മാത്രമാണെന്ന വിമർശവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും കോൺഗ്രസിനുമുണ്ട്. രാഹുൽ ഗാന്ധി ഇഫക്റ്റിൽ പിടിച്ചു നിൽക്കാമെന്ന് അതിമോഹിച്ച കേരളത്തിലെ കോൺഗ്രസ് അണികളും ഇപ്പോൾ നിശബ്ദമാണ്. ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം മറച്ചുവെച്ചാണ് രാഹുൽ വയനാടിന്റെ രക്ഷാധികാരി വേഷം ചമഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചത്. ഈ വഞ്ചന എ.കെ. ആന്റണി, കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. റായ്ബറേലി തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചാൽ വയനാട് പരാജയപ്പെടുമെന്ന ഭയത്തിലായിരുന്നു കോൺഗ്രസ്. റായ്ബറേലിയിൽ വിജയിച്ചാൽ രാഹുൽ വയനാട് ഉപേക്ഷിക്കുമെന്നതിൽ ഇപ്പോൾ ഒരു സംശയവുമില്ലെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായ മട്ടാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിച്ച റായ്ബറേലി വിടാനാകുമോ എന്ന വേണുഗോപാലിന്റെ അടക്കം മറുപടിയിൽ ഇത് വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ പരിഗണന റായ്ബറേലിക്ക് തന്നെയാണ്. വയനാട്ടിൽ UDF വിജയിച്ചാൽ ഉടനൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നതടക്കം ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇടതുപക്ഷം ഉന്നയിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമായിരുന്നുവെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ LDFിനോട് അതിന്റെ നേതൃനിരയിലുള്ള രാഹുൽ തന്നെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിലെ യുക്തിയാണ് അന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞത് ഇടതുപക്ഷം പിന്മാറി നിൽക്കട്ടെ എന്ന വിചിത്രമായ വാദമായിരുന്നു. രാജ്യം മുഴുവനും ദേശീയ തലത്തിലും നരേന്ദ്രമോദി പ്രചരിപ്പിച്ചതും രാഹുലിന്റെ വയനാട് മണ്ഡലത്തിലെ മത്സരമായിരുന്നു. അതേസമയം 2014-ൽ MA ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,000 മാത്രമാണെന്നതിനാൽ LDFിന് വിജയിച്ചു കയറാൻ ഒട്ടും ബുദ്ധിമുട്ടുള്ള മണ്ഡലമല്ല വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഭയത്തിൽ മുഴുകുന്ന ബി.ജെ.പി നേതൃത്വത്തിന് രാഹുലിന്റെ അമേഠി പേടി പ്രചാരണത്തിനായുള്ള പുതിയ ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അയ്യേ പേടിക്കല്ലേ, ഓടരുതേ, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ സുന്ദരനായ രാജാവിനോട് പറയാനുള്ളത്. ബംഗാളിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിനെ നന്നായി പരിഹസിച്ച് തൂക്കി എറിഞ്ഞിട്ടുണ്ട്. വലിയ നേതാവ് രാജസ്ഥാനിലേക്ക് പേടിച്ചോടി അവിടെ നിന്ന് രാജ്യസഭയിലെത്തി വയനാട്ടിൽ തോൽക്കുമെന്ന് രാജാവിന് പേടിയുണ്ടെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ മറ്റൊരു സീറ്റ് നോക്കുമെന്നും താൻ പറഞ്ഞിരുന്നു. അമേഠിയിൽ നിൽക്കാൻ പേടിയാണ്, ഇപ്പോൾ റായ്ബറേലി നോക്കുന്നു, എന്നിട്ട് ഇവർ എല്ലാവരോടും പേടിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡയലോഗുകളാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് തോൽവി സമ്മതിച്ചെന്ന് അമേഠിയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും പറഞ്ഞു. എന്തായാലും ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നെഹ്റു കുടുംബം അമേഠിയിൽ നിന്നും പേടിച്ചു പോകരുതായിരുന്നു. അമേഠി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് ഓടിയ ഒരാളെ റായ്ബറേലിയിലും സ്വീകരിക്കില്ല.